ഹായ് ഹലോ. നമ്മുടെ വണ്ടി ഇത് അൺട്രോലി വെക്കുന്നൊരു വീഡിയോ ആണ്. ഇത് പൺട്രോലി വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാനൊന്ന് ലുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കൊളുത്തി വെച്ചേക്കുന്നത്. അത് തന്നെയല്ല, ഈ ക്ലാമ്പ് മാറ്റേണ്ടി വരും. കാരണം ഈ ക്ലാമ്പിൽ ഇത് ഇച്ചിരി കൂടെ കയറി വെക്കണം ഇങ്ങോട്ട്. അപ്പോഴത്തേക്ക് ആ ഗ്രില്ല് വെക്കുമ്പോൾ ഇച്ചിരി കൂടെ കയറി വന്നെങ്കിൽ കുറച്ച് കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഇറക്കി വെക്കുകയാണെങ്കിൽ തന്നെ ഇത് ഫുള്ള് കട്ട് ചെയ്യേണ്ടി വരും. ഫുള്ള് കട്ട് ചെയ്യേണ്ടി വരും മറ്റേ ഗ്രില്ലിൻ്റെ. അത് തന്നെയല്ല, ഇപ്പോൾ ഇത്ര ലെങ്തി പോയിരുന്നുകൊണ്ട് എന്താ നല്ല സ്പേസാണ്. അപ്പം ഇവിടുത്തെ ഒരു ഇതറിയാലോ, ഇതിലാ ഗ്രില്ലിൻ്റെ കയറി വരുന്നത്. അപ്പോൾ കറക്റ്റ് സ്യൂട്ട് ആകത്തില്ല. അപ്പം നമ്മൾ വേറെ ക്ലാമ്പ് മേടിച്ചിട്ടുണ്ട്. അടിയിലെ ക്ലാമ്പ് സെറ്റാണ്. അടിയിൽ നമ്മളൊരു സ്ട്രൈറ്റ് ക്ലാമ്പ് ജസ്റ്റ് വളച്ചിട്ട് കൊടുത്തേക്കുക. നമുക്ക് അവിടെ അണ്ടർവിൽ അങ്ങേറ്റൊരു കിഴിച്ച് കഴിക്കേണ്ടി വരും. വേണമെന്നുണ്ടെങ്കിൽ ഈ എക്സോസ്റ്റിൻ്റെ താഴെ ഒരു നട്ടുണ്ട് കണ്ടോ, ആ നട്ട് അവിടെ വേണമെങ്കിൽ ഇത് കയറ്റി വെക്കാമായിരുന്നു. ഞങ്ങളാണ് ഒരു 250 വെച്ച് കൊടുത്തത്. പക്ഷേ 390 അതിലും ചൂടടിക്കുന്നതുകൊണ്ട് അത്ര മാക്സിമം മുട്ടാത്ത രീതി വെക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ചേസ് ചെയ്യുന്നുണ്ടോ, ചേസ് ചെയ്യുന്നൊരു സ്ക്രൂ ഇടാനൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നൈസായിട്ടൊരു 10-ൻ്റെ ഇതിലാണ് 10-ൻ്റെ വോൾട്ടേൽ ഞാൻ പിടിപ്പിച്ചിരുന്നത്. അത് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ അണ്ടർവിൽ ഒരു ഗ്രിഡ് നമ്മൾ ഉപയോഗിച്ചാൽ ബാക്കിലെ സാധനം സെറ്റ്. അവിടെ ഒരു വാഷ്റൂം ഇട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ടിലെ കാര്യം ഒന്ന് ജസ്റ്റ് മാറ്റി നോക്കണം, ഇത്രേ ഉള്ളൂ. നമുക്കിനി നൈസായിട്ട് എല്ലാം ഊരി ഗ്രില്ലെല്ലാം വെച്ച്, ഗ്രില്ലെന്തായാലും കട്ട് ചെയ്യണം. കാരണം കട്ട് ചെയ്യാതെ ജെൻട്രിക്കും വെക്കത്തില്ല, ജെൻ 2-നും വെക്കത്തില്ല. BS6 ജെൻ 2-ന് വെക്കാം, BS6 അല്ലാത്ത വണ്ടികൾക്ക് വെക്കാം. BS6 വണ്ടികൾക്ക് അറിയാമല്ലോ, എന്തായാലും കട്ട് ചെയ്യണം. എൻ്റെ ബൈക്കൊന്നുമില്ല ഇപ്പം. നമ്മുടെ കിറ്റ് വന്നതാണ്. സൈഡിലെ ലെഫ്റ്റ് റൈറ്റും കിറ്റുണ്ട്, രണ്ടാമത്തെ. ഇത് നമ്മുടെ ബാക്കിൽ വരുന്ന പീസ്, ഒരു പീസ് വണ്ടിക്കകത്തിരിപ്പുണ്ട് കാറിനകത്ത്. ഇത് നമ്മുടെ ഗ്രില്ല്. ഇത് മാക്സിമം എന്താ, ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടി വരും. ഈ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടം വരെ കട്ട് ചെയ്യേണ്ടി വരും. ഞാൻ 250 വെച്ചപ്പോഴത്തേക്ക് അത് വെച്ചിട്ട് നമ്മൾ താത്ത വെച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു ലൈനിങ് വരെ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പം ഇച്ചിരി മുന്നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിലൊരു തുണി വിരിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അണ്ടർവെല്ലി നിലത്തോണ്ട് ഒരേയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമുക്ക് അവിടെ നിന്ന് ഒരു കിഴുത്ത് കഴിക്കണം എന്നെങ്കിൽ അടിയിൽ നമുക്ക് കെട്ടിപ്പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഫ്രണ്ടിൽ ഇപ്പോൾ ഈ കൊച്ചു ക്ലാമ്പ് വെച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ല, എല്ലാം ഒക്കെ ആയിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ക്ലാമ്പ് ഇത് ഇത്രയും നീട്ടിയിട്ടുകൊണ്ട് നല്ല രീതിക്ക് അണ്ടർവിൽ ഇങ്ങനെ വിടർന്നിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ അകത്ത് മറ്റേ ഇതില്ലേ ഗ്രില്ല്, അത് കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവിടെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഷേപ്പാക്കിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ക്ലാമ്പ് ഇങ്ങനെ ഒരു ജസ്റ്റ് സ്ലോപ്പിലാണ് ഞാൻ കഴിഞ്ഞ ഒരു 250 വെച്ചപ്പം ഇച്ചിരി ബലം കുറഞ്ഞ ക്ലാമ്പാണ് കാറിന് വരുന്ന ഫോണിൻ്റെ. അപ്പോൾ അതിന് വെച്ചപ്പോഴത്തേക്ക് അതിങ്ങനെ വളയും, കുഴപ്പമില്ല. ഇതെന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഷേപ്പിലാക്കി എടുത്തതാണ്. പിന്നെ അടിത്ത ക്ലാമ്പ് കണ്ടോ വെച്ചേക്കുന്നേ, കാണാമോ?
ചൂടാക്കിയ ടൈം കയറ്റിടുന്നു. ഇപ്പം ഇടക്കിൽ ഇതെല്ലാം കൂടി എനിക്ക് ഒന്നിച്ച് നടക്കുമെന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും നടക്കത്തില്ല. ഭയങ്കര ടാസ്ക്കാണ്. നമ്മളങ്ങനെ ഒരു ഹോള് കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് 13-ൻ്റെ ആണ് നട്ട്. അത് കയറ്റി ഇറക്കി നോക്കാം. ഞാൻ ഇട്ടത് മൊനയും വെച്ചാൽ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് ഇതായി, കാരണം അതിൻ്റെ വലിപ്പം കൂടാൻ വേണ്ടി. ഹോളിൻ്റെ കറക്റ്റ് കയറിക്കെട്ട്. കണ്ടോ, നമ്മളിപ്പോൾ മറ്റേ വണ്ടിയുടെ അടിയിൽ കൊടുത്തിരുന്ന ക്ലാമ്പ് ഊരി എടുത്തിട്ട് അതെ ഇതിൽ കയറ്റി വാഷറൊക്കെ ഇട്ട് കയറ്റി പക്കായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. കാണാമോ? നമ്മളിപ്പോൾ ഇവിടെ ഒരു വാഷർ ഇട്ട്, ബാക്കിലൊരു വലിയ വാഷറും കൂടി ഇട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച്, ടൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ അപ്പുറത്തെ വശം കൂടെ അതുപോലെ തന്നെ ചെയ്യണം. അതിനുള്ള വാഷറും അതിൻ്റെ ബോൾട്ടും എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് തരണം. ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രില്ല് കറക്റ്റ് കട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇവിടെ കണ്ടോ, ഹോൾ കറക്റ്റായി. നമ്മളിപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ സെയിം രീതിയിൽ ടൈറ്റ് ചെയ്തോണ്ടോ, അത്ര വലിയ വാഷറാണ് ഇട്ടേക്കുന്നത്. ഇത്രയും വലിയ ഇപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിയത്തെ ഞാൻ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യേണ്ടപ്പോൾ നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. നമുക്കിപ്പോൾ ഫ്രെയിം കട്ട് ചെയ്യാൻ എടുത്തേക്കുന്നത് ഫ്രെയിമും പിന്നെ ഹാക്സബിളും എടുത്തുകൊണ്ട് വരണം. അതുകൊണ്ട് എന്നിട്ടാണ് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിപ്പോൾ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തട്ടുന്ന മെയിനായിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ ആദ്യം തട്ടുന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു മാർക്കിങ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാമെന്നറിയത്തില്ല, അവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ തട്ടുന്നതെന്ന് പറയുന്നത്, അതായത് ഇവിടെ ആ കട്ടിങ് മാക്സിമം എനിക്ക് ഇവിടം വരെ നമുക്ക് കട്ട് ചെയ്യേണ്ട എന്തായാലും വരും. വരച്ചേക്കുന്നില്ല ഈ വര, ഇവിടുന്നും വരെ എന്തായാലും കട്ട് ചെയ്യേണ്ടി വരും. നമുക്കത് കട്ട് ചെയ്തിട്ട് ഇത് മാക്സിമം നമ്മൾ തെറ്റി വെച്ച് നോക്കിയിട്ട് മാക്സിമം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഐഡിയക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേക്കാന്നൊക്കെ ചിലപ്പോൾ ആയി പോകും. ഉണ്ടാകും നോക്കുക. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഇതുണ്ടോ, ഇത്രയും പീസ്, ഇതും അതും ഇത്ര ഞാൻ കട്ട് ചെയ്തു. നമ്മളത്തെ കറക്റ്റ് വെച്ച് നോക്കണം. പിന്നെ ഇവിടെ കുറച്ച് ഹാർഡ് വന്നിട്ടുണ്ട്. അത് ഹാക്സോ ബ്ലേഡ് തെന്നിപ്പോയതാണ്. അത് നമുക്കിനി കുഴപ്പമൊന്നുമില്ല, സാൻഡ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് പെയിൻ്റ് അടിച്ചു. എന്തായാലും പെയിൻ്റ് അടിക്കണം. അങ്ങനെ ഗ്രില്ല് കറക്റ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടുത്തും തട്ടുന്നൊന്നുമില്ല, മണ്ട മാത്രമേ കട്ട് ചെയ്തുള്ളൂ. ഞാൻ ഓർത്ത് ഇവിടെ കട്ട് ചെയ്യേണ്ടി വരുമെന്നായിരിക്കും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ അടിയത്തെ ആ ഹോൾ കുറച്ച് വലിയതാക്കിയിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് പ്രോപ്പറായിട്ട് കയറ്റി ഇടണം. പിന്നെ ഞാൻ ഇതെല്ലാം ഇപ്പോൾ തൊട്ടുപിടിപ്പിച്ച് വെച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇനി പെയിൻ്റ് അടിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ടുപിടിപ്പിച്ച് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ ഒരു സ്ക്രൂ നട്ട് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇനി അപ്പുറത്തും കൂടെ ഇത് കയറ്റി ഇട്ടാൽ കൺട്രബലിയുടെ ഒരു ഫിറ്റിങ് ഒരുവിധം എല്ലാം തന്നെയായി. പിന്നെ പെയിൻ്റ് അടിക്കുക, നേരെ കയറ്റി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ മാത്രം മതി. പക്ക ഫിനിഷിങ്ങിലല്ലേ. രണ്ട് സൈഡിൽ ഇപ്പോൾ കയറ്റിയിട്ടിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഫിറ്റിങ് പക്ക ആയിട്ടിട്ടുണ്ട്. ഞാൻ അടിച്ചങ്ങൾ മാത്രം ചെയ്താൽ മതി. അതെന്തായാലും എനിക്ക് പെയിൻ്റ് അടിക്കേണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കയറ്റി ഇടാത്തത്. കാരണം അത് ഇനി കയറ്റി ഇട്ടാൽ കുറഞ്ഞ നല്ല ടാസ്ക്കാണ്. ഇപ്പോൾ ഫ്രണ്ടിലെല്ലാം ചുമ്മാ ജസ്റ്റ് തൊട്ട് പിടിപ്പിച്ച് വെച്ചേക്കുക. അപ്പം ഇവിടെ ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ 13-ൻ്റെ ഒരു ബോൾട്ട്. ഇനി ഇത് ചെറിയൊരു എൽ ക്ലാമ്പാണ്. നമ്മൾ വളച്ച് ഷേപ്പിലോട്ട് ആക്കിയെടുത്താൽ, കാരണം ഇതിപ്പോൾ ഈ ഷേപ്പ് ഇത് ഡയറക്റ്റ് വേണം വെക്കാന്നുള്ളൂ. പക്ഷേ ഡയറക്റ്റ് വെക്കുമ്പോഴത്തേക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കൺട്രോവലി ബെൻഡാവും. ഇങ്ങനെ ബെൻഡാക്കി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഇല്ല. ഇതിപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്നത് ഉണ്ടോ, ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ പോലും ഒരു പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ അവിടെ ഇപ്പോൾ നമ്മൾ ബാക്കിലായിട്ടൊരു വലിയൊരു വാഷർ ഇട്ടിട്ടുണ്ട്. പിന്നെ അടിയിൽ നമ്മൾ കേസിൽ മുമ്പ് പറഞ്ഞില്ലേ, അവിടെ തന്നെയാണ് കയറ്റി വെച്ചിരുന്നത്. ഇനി ഇതെല്ലാം ഊരിയിട്ട് ഒന്ന് ജസ്റ്റ് സാൻഡ് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചാൽ തിരിച്ച് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പെർഫെക്റ്റായിട്ട് കയറ്റി വെച്ചു. അപ്പോൾ ഞാൻ ബാക്കി എല്ലായിടത്തും ചെയ്യുന്നുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇതില്ലേ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവിടും. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിത്തെ മുട്ടി അങ്ങിരിക്കും, ഭയങ്കര വൃത്തികേടായി കാണാൻ. നമുക്ക് കൺട്രോളിൽ വെക്കുന്നതിന് നമ്മൾ ഇച്ചിരി ലോവറായിട്ട് കാണാൻ വേണ്ടിയാണ്. അപ്പോഴേക്ക് എനിക്കൊരു ഈ പൊസിഷനാണ് പൊതുവെ ഇഷ്ടം. ഇത് നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം
പക്കായിട്ട് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടർവെല്ലിയുടെ നമ്മൾ സ്ക്രൂ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്, അടിയിലെല്ലാം ടൈറ്റ് ചെയ്ത്. നമുക്കിത് ജസ്റ്റ് അത് പെയിൻ്റ് അടിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഗ്രില്ല് നമുക്ക് കട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് നമുക്ക് ഇത് ഗ്രില്ല് കയറ്റി വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി നമുക്കൊന്നും സീനൊന്നുമില്ല, അത് പെയിൻ്റ് അടിക്കുക, ഡയറക്റ്റ് കയറ്റി വെച്ചാൽ മാത്രം മതി. നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് ശേഷമുള്ളത് നമുക്ക് കാണാം. നമ്മൾ ആ ക്ലാമ്പ് മൂന്നാവും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, ഉണങ്ങണം. അതിനുവേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വശങ്ങൾ പെയിൻ്റ് അടിക്കാനുള്ളതാണ്. ഇവിടെ ചെയ്തിട്ട്